ഈശോയിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിച്ചവർ പല രീതിയിൽ അത് ചോദിച്ചിട്ടുണ്ട്. നീ മനസ്സ് വെച്ചാൽ ഞാൻ സുഖം പ്രാപിക്കുമെന്ന് കുഷ്ഠരോഗി, നീ ഒരു വാക്കുച്ചരിച്ചാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്ന് ശതാധിപൻ, നീ ഒന്ന് കൈവച്ചാൽ എൻ്റെ മകൾ ജീവിക്കുമെന്ന് ജൈറോസ്. ഈശോ തൊട്ടാൽ തങ്ങൾ സുഖപ്പെടും എന്ന് വിശ്വസിച്ചിരുന്നവർ. എന്നാൽ ഞാൻ ദൈവത്തെ തൊട്ടാൽ ഞാൻ സുഖപ്പെടും എന്ന് മനസ്സിലാക്കിയവളാണ് രക്തസ്രാവകാരി. ദൈവത്തിൻ്റെ ഒരു കടാക്ഷം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന ഒത്തിരി മേഖലകൾ നമുക്കുണ്ട്. മാറാൻ ആഗ്രഹിക്കുന്ന വേദനകളോ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില നിയോഗങ്ങളോ ഒക്കെ. ഞാൻ ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞാൽ അവസാനിക്കുന്ന ചില അസ്വസ്ഥതകളുമുണ്ട്. ഞാനൊന്ന് പുറത്താൽ കരിയുന്ന ചില മുറിവുകൾ, എൻ്റെ മത്സരബുദ്ധി കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ മാത്രം ഉണ്ടാകുന്ന ചില നീറ്റലുകൾ, ഒന്ന് എളിമപ്പെട്ടാൽ ഇല്ലാതാകുന്ന ചില ഭാരങ്ങൾ. ക്രിസ്തുവിൻ്റെ വസ്ത്രവിളുമ്പെങ്കിലും ഒന്ന് തൊട്ടാൽ, അവൻ്റെ സുവിശേഷത്തിൻ്റെ ഒരംശമെങ്കിലും എന്നെ പ്രകാശിപ്പിച്ചാൽ താനെ ഇല്ലാതാകുന്ന എൻ്റെ ചില അസ്വസ്ഥതകൾ. പരീക്ഷയിൽ എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ആദ്യം എഴുതി ബുദ്ധിമുട്ടുള്ളവയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്ന ഒരു രീതിയുണ്ടല്ലോ നമ്മിൽ ചിലർക്ക്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഇങ്ങനെയൊന്ന് ക്രമീകരിക്കണം. ഞാൻ ദൈവത്തെ തൊട്ട് സുഖപ്പെടേണ്ടവയും ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തേണ്ടവയും. ഇതിലാദ്യത്തേത് നമുക്ക് ആദ്യം ചെയ്യാം. കാരണം അവിടെ ദൈവം എൻ്റെ സ്പർശം കാത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് അവൻ്റെ സ്പർശം കാത്തിരിക്കും.